ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭവർത്തവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഭഗവത്ഗീത യഥാരൂപത്തിലെ എല്ലാ അധ്യായങ്ങളും എല്ലാ ശ്ലോകങ്ങളും വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരിക്കൽ ഈ ഒരു അധ്യായങ്ങളിൽ എന്തെല്ലാമാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. അതിന്റെ ഒരു അവലോകനം, പുനരവലോകനമാണ് നമ്മൾ ചെയ്യുന്നത്. കാണുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായം ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ അധ്യായത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? രണ്ടാമത്തെ അധ്യായത്തിൽ അർജുനൻ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ എന്തെല്ലാം തരത്തിലുള്ള ഉപദേശങ്ങളാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ ഭഗവാൻ ശരീരവും ജീവനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ, ജീവാത്മാവിന് ഒരിക്കലും ഒരു നാശവും സംഭവിക്കുന്നില്ല, അതെല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരു വ്യക്തി ഒരിക്കലും ആ ശരീരത്തിന്റെ നാശത്തെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ശരീരം നശിച്ചു കഴിഞ്ഞാലും ജീവാത്മാവിന് ഒരിക്കലും ഒന്നും സംഭവിക്കുന്നില്ല. ആർക്കും ഒന്നും ജീവാത്മാവിനെ ചെയ്യാൻ സാധിക്കില്ല. ശരീരത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിച്ചാലോ അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കിയാലോ എന്തു തന്നെ ചെയ്തു കഴിഞ്ഞാലും ആ ജീവൻ അതേപടി തന്നെ നിലനിൽക്കും. അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ജീവനെ കുറിച്ചും ഒരു ജീവാത്മാവിനെ കുറിച്ചും യാതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നത്വം ശോചിതും അർഹസി. ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല ഒരു സാഹചര്യത്തിലും. ഏതെല്ലാം സാഹചര്യത്തിലൂടെ ജീവാത്മാവ് കടന്നുപോയി കഴിഞ്ഞാൽ അതൊക്കെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ മാത്രമാണ്. ഒരവസ്ഥയിലും ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. ആർക്കും ഒന്നും ഒരു ജീവാത്മാവിനെ ചെയ്യാൻ സാധിക്കില്ല. ഇത് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഒരാളെ കുറിച്ചും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല, അതെല്ലാ കാലത്തും ഒരു മാറ്റവും ഇല്ലാതെ അതേപടി തന്നെ നിലനിൽക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അക്ഷേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷേവച നിത്യ സർവഗതസ്ഥാനം അചലോയം സനാതന. ഇത് സനാതനമായിട്ട് നിലനിൽക്കും. ജീവാത്മാവിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞത്. അത് സാഖ്യയോഗം അനുസരിച്ച് ഭഗവാൻ ജീവാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉപദേശിച്ചതാണ്. യുദ്ധത്തിൽ എല്ലാവരും കൊല്ലപ്പെടും എന്നുള്ള ഭയം അർജുനനുണ്ടായിരുന്നു. ആ ഭയം ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു, യുദ്ധത്തിൽ മരിക്കുന്നത് ഇല്ലാതാകുന്നത് ശരീരം മാത്രമാണ്. അന്തബന്ധ ഇമേദേഹ നിത്യസ്യുക്ത ശരീരം. ശരീരം മാത്രമേ മാറുന്നുള്ളൂ, ജീവന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് 30-ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ പല രീതിയിൽ അർജുനനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിനുശേഷം കർമ്മയോഗം അനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവം അനുസരിച്ച് അവൻ കർമ്മം ചെയ്യണം. ഗുണങ്ങളും സ്വഭാവം അനുസരിച്ച് കർമ്മം ചെയ്യണം. അർജുനന്റെ സ്വഭാവം ക്ഷത്രിയ സ്വഭാവമാണ്. അപ്പോൾ സാമൂഹിക നിയമം അനുസരിച്ച് നോക്കുകയാണെങ്കിലും ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് അർജുനൻ ക്ഷത്രിയന്റെ ധർമ്മമായിട്ടുള്ള യുദ്ധം ചെയ്യേണ്ടതാണ്. യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് ക്ഷത്രിയന് ഒരിക്കലും ചേരുന്നതല്ല. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം.
യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല. ജയിച്ചാൽ നിനക്ക് വലിയ രാജ്യം, സമൃദ്ധമായിട്ടുള്ള രാജ്യം ഭരിക്കാം. യുദ്ധം ചെയ്ത് നേടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ള രാജാക്കന്മാരെ ഭയക്കാതെ നിനക്ക് ആ രാജ്യം ഭരിക്കാം. അതല്ലെങ്കിൽ ധർമ്മയുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ധർമ്മയുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ക്ഷത്രിയന്മാർക്കുള്ള സ്വർഗീയ ലോകങ്ങളിലേക്ക്, വീരസ്വർഗത്തിലേക്ക് നിനക്ക് പോകാനും സാധിക്കും. അതുകൊണ്ട് രണ്ടു വിധത്തിലായാലും യുദ്ധം ചെയ്യുന്നത് ശ്രേയസ്കരമല്ല എന്ന് നീ പറഞ്ഞത് ശരിയല്ല. നീ പറഞ്ഞത് യുദ്ധം ചെയ്യുന്നത് ശ്രേയസ്കരമല്ല എന്നാണ്. എന്നുവെച്ചാൽ ശ്രേയോന പശ്യാമി, ഞാൻ ഒരു ശ്രേയസ്സും കാണുന്നില്ല എന്നാണ് അർജുനൻ പറഞ്ഞത്. യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ഒരു ശ്രേയസ്സും ഒരു നന്മയും ഞാൻ കാണുന്നില്ല എന്നാണ് ഭഗവാനോട് അർജുനൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഭഗവാൻ പറഞ്ഞു, യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റാലും ശ്രേയസ് തന്നെയാണ്. അതുകൊണ്ട് നിന്റെ സ്വധർമ്മമായിട്ടുള്ള യുദ്ധം നീ ചെയ്യണം എന്ന് തന്നെ ഭഗവാൻ കർമ്മ നിയമം അനുസരിച്ച് ഉപദേശിച്ചു. നേരത്തെ സാഖ്യതത്വം അനുസരിച്ച് ജീവൻ ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അത് ജ്ഞാനയോഗത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ സാഖ്യയോഗത്തിന്റെ ഭാഗമാണ്. കർമ്മയോഗം സ്വധർമ്മം അനുസരിച്ച് ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്കുള്ള നിന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർമ്മയോഗം അനുസരിച്ചും നീ യുദ്ധം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ കുറച്ചുകൂടി ഉന്നതമായിട്ടുള്ള ബുദ്ധിയോഗം ഉപദേശിച്ചു. ബുദ്ധിയോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയന്ത്രിതമായിട്ടുള്ള മനസ്സിൽ നമ്മൾക്ക് പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. ആ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ബുദ്ധിയോഗം എന്ന് ഭഗവാൻ പറഞ്ഞു. ആ ബുദ്ധിയോഗം കൊണ്ട് നമ്മൾ താഴ്ന്ന തരം കർമ്മങ്ങളേക്ക് ഉപേക്ഷിക്കാം. ദൂരേണ ഹെവരൻ കർമ്മ ബുദ്ധിയോഗോ ധനഞ്ജയ. ബുദ്ധിയോഗത്തിൽ താഴ്ന്ന തരം കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആത്മീയമായിട്ടുള്ള നിലവാരത്തിൽ നിൽക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു ദുഃഖവും ഈ ലോകത്തിൽ അനുഭവപ്പെടുകയില്ല. അങ്ങനെ ജീവിതാന്ത്യം വരെ ആ ഒരു ബുദ്ധിയോഗം അനുസരിച്ച് നിന്നു കഴിഞ്ഞാൽ ഏഷാ ഭ്രാമീ സ്ഥിതി പാർത്ഥ നൈനാപ്രാപ്യ വിമുഖ്യതി സ്ഥിത്വാസ്യാം അന്ധകാലേവി ബ്രഹ്മനിർവാണം പൃച്ഛതി എന്ന് ഭഗവാൻ പറഞ്ഞു. അവസാന കാലം വരെ ഈ ഒരു ആത്മീയ നിലവാരത്തിൽ നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല, ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മനിർവാണം പൃച്ഛതി, ഭഗവാന്റെ അടുത്തേക്ക് ആത്മീയ ലോകത്തിലേക്ക് തിരിച്ചു പോകാനും സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അർജുനൻ ഭഗവാനോട് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഭഗവാൻ പറഞ്ഞു. യഥാ സംഹരതേ ഛായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യോ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ആരാണോ ആമ തന്റെ ഇന്ദ്രിയങ്ങളെ, ആമ കൈകളും കാലുകളും തലയൊക്കെ തോടിനകത്തേക്ക് വലിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിൽക്കും, അതേപോലെ ആരാണോ സ്വന്തം ഇന്ദ്രിയങ്ങളെ, മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ ആരാണോ നിയന്ത്രിച്ചു നിൽക്കുന്നത്, ആ വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ഈ മനസ്സിനെ നിയന്ത്രിച്ച് പരമാത്മാവിന്റെ നിർദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി ആത്മീയ നിലവാരത്തിൽ നിൽക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത് കേട്ട സമയത്ത് അർജുനന് പെട്ടെന്നൊരു ഉപായം തോന്നി. എന്താണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് നിന്നാ പോരെ, ആത്മീയമായിട്ടുള്ള നിലവാരത്തിൽ നിന്നാ പോരെ, വെറുതെ എന്തിനാണ് ഞാൻ വീണ്ടും ഈ യുദ്ധം ചെയ്യുന്നത്? എനിക്ക് സ്വതവേ യുദ്ധം ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്റെ ബന്ധുക്കളാണ് ചുറ്റുപാട് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നിന്നുകൊള്ളാം. എന്തിനാണ് എന്നെ ഈ വലിയൊരു ഘോരമായിട്ടുള്ള കർമ്മത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്? ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബുദ്ധിയോഗം ഉപയോഗിച്ച് താഴ്ന്ന കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ദൂരേണ ഹെവരം കർമ്മ ബുദ്ധിയോഗ
ബുദ്ധിയോഗ ധനഞ്ജയ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അർജുനൻ അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങ് പറഞ്ഞു ബുദ്ധിയോഗമാണ് ശ്രേഷ്ഠമെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ വീണ്ടും ഈ കർമ്മങ്ങളൊക്കെ, ഈ യുദ്ധം എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെടാത്ത കർമ്മം ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? ഞാൻ ബുദ്ധിയോഗം അനുസരിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് ധ്യാനിച്ച് എവിടെയെങ്കിലും ഇരുന്നോളാം. എന്നെ വീണ്ടും എന്തിനാണ് ഈ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഭഗവാൻ ഈ അധ്യായത്തിൽ കർമ്മം നമ്മൾക്ക് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം പറഞ്ഞു. കർമ്മം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. കർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു രഹസ്യം, കർമ്മത്തിന്റെ രഹസ്യം അല്ലെ. ചില ആളുകൾ വിചാരിക്കും ഞാൻ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ച് സന്യാസിയായി പോകാം. പക്ഷെ സന്യാസിക്ക് പോലും കർമ്മങ്ങളുണ്ട്. കർമ്മം ചെയ്യാതെ ഹൃദയശുദ്ധി ഉണ്ടാകുന്നില്ല. ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ പുറമേ കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും അകത്ത് മാനസികമായിട്ട് നമ്മൾ മോശപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഭഗവാൻ വിശദമായിട്ട് കർമ്മത്തിന്റെ രഹസ്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് ഭഗവാൻ പ്രധാനമായിട്ടും നിർദ്ദേശിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യത്തെ ശ്ലോകം, 3-ാമത്തെ അധ്യായത്തിന്റെ പേര് കർമ്മയോഗം എന്നാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ശ്ലോകം അർജുനന്റെ ചോദ്യമാണ്. നേരത്തെ ബുദ്ധിയോഗത്തെ കുറിച്ച് കേട്ട സമയത്ത് അർജുനൻ ഒരു ബുദ്ധി തോന്നി. എന്താണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ബുദ്ധിയോഗം സ്വീകരിക്കാം, ആത്മീയത നേരിട്ട് അങ്ങോട്ട് ആത്മീയത സ്വീകരിക്കാം, എവിടെയെങ്കിലും ധ്യാനിച്ചിരിക്കാം, കർമ്മമൊന്നും ചെയ്യാതിരിക്കാം, യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാം എന്ന് വിചാരിച്ച് ചോദിച്ചു. ജായസി ചേത് കർമ്മണസ്ഥേ മതാ ബുദ്ധിർ ജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അങ്ങ് ബുദ്ധിയോഗം ഉപദേശിച്ചു, അതിൽ ഇന്ദ്രിയ നിയന്ത്രണത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനും അതേപോലെ എവിടെയെങ്കിലും ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് ധ്യാനിച്ചിരിക്കാം. പിന്നെ വീണ്ടും എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു ഘോരമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി നിർദ്ദേശിക്കുന്നത്? രണ്ടും പൊരുത്തപ്പെടുന്നില്ലല്ലോ. അങ്ങ് യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്നു, പിന്നെ ബുദ്ധിയോഗം ഉപയോഗിച്ചിട്ട് കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറയുന്നു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിരിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയോഗമാണ് ഉയർന്നതെങ്കിൽ ഞാനും അത് ചെയ്താൽ പോരെ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിരുന്നാൽ പോരെ? കർമ്മം എന്തിനാണ് ചെയ്യുന്നത് എന്ന് അർജുനൻ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ അതിന് വ്യത്യസ്ത രീതിയിൽ മറുപടികൾ നൽകുന്നുണ്ട്. ഭഗവാൻ പറയുന്ന ഒരു കാര്യം, ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നച്ച സന്യസനാദേവ സിദ്ധിം സമതി ഗച്ഛതി. ഭഗവാൻ പറയുന്നത് കർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ കർമ്മഫലത്തിനെ ഇല്ലാതാക്കണം. കർമ്മഫലങ്ങളിൽ നിന്ന് നമ്മൾക്ക് മുക്തി നേടണമെങ്കിൽ നമ്മൾ കർമ്മഫലത്തിനെ കർമ്മത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രമായില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നു നച്ച സന്യസനാദേവ സിദ്ധിം സമതി ഗച്ഛതി. കർമ്മം ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം ഒരു സന്യാസിക്ക് പോലും മുക്തി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സന്യാസിക്ക് പോലും എന്ത് ചെയ്യണം? കർമ്മങ്ങൾ ചെയ്യണം. സന്യാസം സ്വീകരിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പൂർണ്ണത വരുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ആരായാലും കർമ്മം ചെയ്യണമെന്നാണ് പറഞ്ഞത്. നീ വിചാരിക്കുന്നു എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കർമ്മം ചെയ്യാറൊന്നുമില്ല എന്നാണ് നീ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. സന്യാസം സ്വീകരിച്ചാലും ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? കർമ്മം ചെയ്യുക എന്നുള്ളത് ജീവന്റെ സ്വഭാവമാണ്. അത് നമ്മൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ജീവനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. കർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് ജീവന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹവശകർമ്മ സർവ പ്രകൃതിജേർഗുണേ. ഒരു നിമിഷം പോലും ഒരു ജീവാത്മാവിന് കർമ്മങ്ങൾ ഉപേക്ഷിച്ച് നിൽക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ശരീരത്തെ നമ്മൾ കർമ്മത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തമാക്കി അനങ്ങാണ്ട് ഇരുന്നാൽ പോലും ജീവാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സൂക്ഷ്മ രീതിയിൽ ജീവാത്മാവ് പല പ്രവർത്തനങ്ങളും
നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചിന്തിക്കുന്നു, അല്ലെ, ചിലപ്പോൾ സ്വപ്നത്തിലൂടെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പല രീതിയിലും ആ ജീവാത്മാവ് ആക്റ്റീവാണ്, എപ്പോഴും ആക്റ്റീവാണ്. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവാത്മാവിനെ കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തമാക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം കർമ്മം ചെയ്യുന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്. അപ്പോൾ നീ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കർമ്മമൊക്കെ നിർത്തി കർമ്മമൊന്നും ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മനസ്സിൽ കർമ്മങ്ങൾ ഉണ്ടാകുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു വ്യക്തി ശരിയായിട്ടുള്ള ശുദ്ധിയൊന്നും ഇല്ലാതെ, ഹൃദയശുദ്ധി ഇല്ലാതെ പെട്ടെന്ന് തന്നെ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞാൻ സന്യസിക്കാൻ പോവുകയാണ്, എനിക്ക് ഈ കർമ്മങ്ങളൊക്കെ മടുത്തു എന്ന് പറഞ്ഞ് കർമ്മങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ പറയുന്നു 6ാമത്തെ ശ്ലോകത്തിൽ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ചതേ. ഒരാൾ കർമ്മമൊക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കർമ്മങ്ങളെ കുറിച്ച് മനസ്സിൽ സ്മരിക്കും, അല്ലെ? മനസ്സിൽ ആ കർമ്മങ്ങളോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഞാൻ അത് ചെയ്യേണ്ടതല്ലേ, ഇത് ചെയ്യേണ്ടതല്ലേ, അത് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കും, പുറമെ ഒന്നും ചെയ്യുന്നില്ല, ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് മനസ്സിൽ അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കും. ഇത് ഹൃദയശുദ്ധിക്ക് കാരണമാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു പൂച്ച സന്യാസി പോലെ ആയി പോകും. പുറമെ സന്യാസിയാണ്, പക്ഷെ മനസ്സിൽ ചിന്തിക്കുന്നതൊക്കെ മോശമായിട്ടുള്ള കാര്യമായിട്ട് മാറും. അങ്ങനെയുള്ള വ്യക്തിയെ ഭഗവാൻ വിളിക്കുന്നത് എന്താണ്? മിഥ്യാചാര ഉച്ചതേ. മിഥ്യാചാരൻ, പുറമെ മാത്രം നല്ല ഒരു വ്യക്തി അല്ലെങ്കിൽ സന്യാസി, ധ്യാനിച്ചിരിക്കുന്ന ഒരാള്, പക്ഷെ അകത്ത് ഹൃദയ ശുദ്ധിയില്ല, അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ കർമ്മം ചെയ്ത് തന്നെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് കർമ്മയോഗമാണ് കൂടുതൽ നല്ലത്. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരപതേ അർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്തസ വിശിഷ്യതേ. കർമ്മം കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ധ്യാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം ഭഗവാൻ പറയുന്നത്, കർമ്മം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരം നിലനിർത്താൻ പോലും സാധിക്കില്ല എന്നാണ് ഭഗവാൻ. ആർക്കായാലും എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യണം. സമൂഹത്തിൽ ഏത് നിലവാരത്തിലുള്ള വ്യക്തിയാണെങ്കിലും അവർക്ക് കർമ്മങ്ങളുണ്ട്. ബ്രഹ്മചാരിയാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും വാനപ്രസ്ഥനാണെങ്കിലും സന്യാസിയാണെങ്കിൽ പോലും അവർക്ക് എന്തുകൊണ്ട് അവരുടെ നിലവാരം അനുസരിച്ചുള്ള, അവരുടെ ആശ്രമം അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളുണ്ട്. കർമ്മം ഉപേക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. വർണ്ണം അനുസരിച്ചും കർമ്മങ്ങളുണ്ട്, ആശ്രമം അനുസരിച്ചും കർമ്മങ്ങളുണ്ട്. ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും വൈശ്യനാണെങ്കിലും ശൂദ്രനാണെങ്കിലും അവർക്ക് അവരുടെ വർണ്ണം അനുസരിച്ചിട്ടുള്ള കർമ്മമുണ്ട്. ബ്രഹ്മചാരിയാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും വാനപ്രസ്ഥനാണെങ്കിലും സന്യാസിയാണെങ്കിലും അവർക്ക് അവരുടെ ആശ്രമം അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അപ്പോൾ കർമ്മം ഉപേക്ഷിച്ച് ആർക്കും ശരീരം നിലനിർത്താൻ പോലും സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ശരീരയാത്രാഭിച്ചതേ ന പ്രസിദ്ധിയേ അകർമ്മണ. 8ാമത്തെ ശ്ലോകത്തിൽ പറയും, നിയതം ഒരു കർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണ. നിയതം, നമ്മൾ ഏത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ മതിയാകും, അല്ലെങ്കിൽ നമുക്ക് ശരീരം നിലനിർത്താൻ പോലും സാധിക്കില്ല എന്ന് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശമാണ് ഭഗവാൻ കൊടുക്കുന്നത്. കർമ്മം ഉപേക്ഷിക്കാൻ ഭഗവാൻ പറയുന്നില്ല. ഇനി കർമ്മത്തിന്റെ നിയമം 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഏത് തരത്തിലുള്ള കർമ്മമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഏത് തരത്തിലുള്ള കർമ്മമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, അതിനൊരു മാനദണ്ഡം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് കാര്യമില്ല. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതുതരം കർമ്മമാണ് എന്നെ ഈ ഭൗതിക ലോകത്തിൽ കൂടുതൽ കൊടുക്കുന്നത്, ഏതുതരം കർമ്മമാണ് എന്നെ മോക്ഷത്തിലേക്ക് ഭഗവാനിലേക്ക് നയിക്കുന്നത്, അതറിഞ്ഞ് പ്രവർത്തിക്കണമെന്നാണ്. മനുഷ്യ ശരീരത്തിൽ നമ്മൾക്ക് അതറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. മറ്റു ശരീരങ്ങളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ കർമ്മത്തിന്റെ നിയമം, കർമ്മത്തിന്റെ മാനദണ്ഡം 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദയ മുക്തസംഗ സമാചന. ഇതാണ് കർമ്മത്തിന്റെ നിയമം.
എന്താണ് കർമ്മത്തിന്റെ നിയമം? യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. യജ്ഞത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണം. അതല്ലാത്ത കർമ്മങ്ങളൊക്കെ ഈ ലോകത്തിൽ ഒരു ജീവനെ കുടുക്കിയിടുന്നതാണ്. കുടുക്കുന്ന കർമ്മങ്ങളാണ് ചെയ്യുന്നത്. വെറുതെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് കാര്യമില്ല. യജ്ഞത്തിനായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ യജ്ഞത്തിനായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. യജ്ഞോ വൈ വിഷ്ണു. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. ആ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉയർന്നു പോകും. നമ്മൾ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തരാകും, മോക്ഷമാർഗത്തിൽ പോകും. അവസാനം മുക്തി നേടി ഭഗവാന്റെ അടുത്തേക്ക് എത്താനും സാധിക്കും. അപ്പൊ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കർമ്മങ്ങളാണ് വർണ്ണാശ്രമ വ്യവസ്ഥയിലുള്ള എല്ലാ കർമ്മങ്ങളും. ഒരു ബ്രഹ്മചാരിയുടെ കർമ്മമായാലും, ഗൃഹസ്ഥന്റെ കർമ്മമായാലും, വാനപ്രസ്ഥന്റെ കർമ്മമായാലും, സന്യാസിയുടെ കർമ്മമായാലും എല്ലാം എന്താണ്? ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കർമ്മങ്ങളാണ്. ഗൃഹസ്ഥൻ ആ വീട്ടിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കർമ്മങ്ങളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവന് മോക്ഷമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ കർമ്മം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് പറഞ്ഞത്. തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാജന. അതുകൊണ്ട് ആ ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യന്റെ ധർമ്മമാണ് യജ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ധർമ്മമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ യജ്ഞത്തിന് വേണ്ടിയാണ് എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സഹ യജ്ഞാ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിശുദ്ധം ഏഷവോസ്തിഷ്ഠ കാമദുഃഖ. യജ്ഞം ചെയ്യാനുള്ള കഴിവോടുകൂടിയാണ് എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓരോ യുഗത്തിലും വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളുണ്ട്. ഹൃദയയുഗത്തിൽ ധ്യാനമാണ് ആ യജ്ഞമാർഗം. ത്രേതായുഗത്തിൽ ദ്രവ്യയജ്ഞങ്ങൾ, ഹോമങ്ങളാണ് യജ്ഞമാർഗം. ദ്വാപരയുഗത്തിൽ വിഗ്രഹാരാധനയാണ് യജ്ഞം. കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് യജ്ഞം. അങ്ങനെ ഓരോ യജ്ഞം ചെയ്യാനുള്ള കഴിവോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ യജ്ഞം ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കും? അനേന പ്രസവിശുദ്ധം യേശുവോസ്തിഷ്ഠ കാമം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറും. അതേപോലെ അവസാനം മുക്തിമാർഗത്തിലേക്ക് പോകാനും സാധിക്കും എന്നാണ്. മാത്രമല്ല, യജ്ഞം കൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുന്ന യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും സന്തുഷ്ടരാകും എന്നും പറയുന്നു 11ാമത്തെ ശ്ലോകത്തിൽ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമ ആപ്സ്യത. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുക്തേ സ്തേന ഏവസ. അപ്പൊ ഒരു മനുഷ്യൻ സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാന് യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഭഗവാന് യജ്ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ദേവന്മാർക്ക് എല്ലാവർക്കും സന്തോഷമാകും. ദേവന്മാരെല്ലാവരും സന്തുഷ്ടരാകും. അവര് മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നൽകും. നല്ല അന്തരീക്ഷം, നല്ല പ്രകൃതി, നല്ല ഭക്ഷണം, അന്നം, ജലം, ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, ദേവന്മാരിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, യജ്ഞത്തിന്റെ ശിഷ്ടം, യജ്ഞത്തിന് അർപ്പിച്ചതിന്റെ ആ പ്രസാദം, യജ്ഞപ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും എന്നും പറയും. അപ്പൊ യജ്ഞത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളുണ്ട്. അല്ലെ, ദേവന്മാർ സന്തുഷ്ടരാകും, മുക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതേപോലെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു മനുഷ്യന് ലഭിക്കും. അപ്പോൾ മറ്റുള്ളവരോട് മത്സരിച്ചു കൊണ്ടല്ല ഒരു വ്യക്തി മുന്നോട്ട് പോകേണ്ടത്. യജ്ഞത്തിലൂടെ ഭഗവാനെ തൃപ്തിപ്പെടുത്തിയാണ് ഒരു മനുഷ്യൻ സുഖമായിട്ട് ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. യജ്ഞ ശിഷ്ടം, യജ്ഞപ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നും പറയുന്നുണ്ട് 13ാമത്തെ ശ്ലോകത്തിൽ.
യജ്ഞശിഷ്ടാസിന സന്തോ മുച്യന്തേ സർവകിൽവിഷേ ഭുഞ്ചതേ തേ തുകം പാപം യേ പചന്തി ആത്മകാരണാത്. നമ്മൾക്ക് കിട്ടുന്ന എല്ലാ വസ്തുക്കളും, നമ്മൾ ഭക്ഷണമാക്കാൻ പോകുന്ന എല്ലാ വസ്തുക്കളും യജ്ഞത്തിനായിട്ട് സമർപ്പിക്കുക. ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ യജ്ഞപ്രസാദം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ സമർപ്പിക്കാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെല്ലാം ഭഗവാന്റെ സ്വത്തുക്കളാണ്, ദേവന്മാർ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കാതെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെന്താവും? അത് തെറ്റായിട്ട് മാറും, അത് പാപം ബുദ്ധിക്കുന്നത് പോലെ ആകും. അതിന്റെ കർമ്മഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഭുഞ്ചതേ തേ തുകം പാപം യേ ഭജന്തി ആത്മകാരണ. എന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി മാത്രം ഞാൻ പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് പാപം ബുദ്ധിക്കുന്നത് പോലെ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം നമ്മൾക്ക് തന്നിട്ടുള്ളത് ഭഗവാനാണ്. ഭഗവാന് സമർപ്പിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് പാപമാണ് എന്ന് പറയും. ഇനി എങ്ങനെയാണ് ഈ പ്രകൃതിയിൽ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു സിസ്റ്റം, ഭഗവാൻ ഒരു സിസ്റ്റം നിർമ്മിച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് സിസ്റ്റം? അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ. അന്നാത് ഭവന്തി ഭൂതാനി, എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ്, അന്നം കഴിച്ചിട്ടാണ്. അല്ലെ? നിങ്ങൾ പട്ടിണി കിടന്ന് ജീവിക്കണമെന്ന് ഭഗവാൻ പറയുന്നില്ല. ഇവിടെ അന്നമുണ്ടാകും, അന്നം കഴിച്ചിട്ടാണ് ശരീരം നിലനിർത്തുന്നത്. ആ അന്നം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പർജന്യാ അന്നസംഭവം. പർജന്യം എന്ന് പറയുന്ന മഴ പെയ്യണം. അതായത് അന്നം ഉൽപ്പാദിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള കാലാനുസൃതമായിട്ടുള്ള മഴ പെയ്യണം. വെറുതെ എപ്പോഴെങ്കിലും മഴ പെയ്തത് കൊണ്ട് കാര്യമില്ല, അധികമായിട്ട് മഴ പെയ്തത് കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ സമയം തെറ്റിയിട്ടുള്ള മഴ പെയ്തത് കൊണ്ടും കാര്യമില്ല. അന്നം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള മഴ പെയ്യണം. അതിനാണ് പർജന്യം എന്ന് പറയുന്നത്. ആ പർജന്യം എന്ന് പറഞ്ഞിട്ടുള്ള മഴ എങ്ങനെ ഉണ്ടാകും? യജ്ഞാത് ഭവതി പർജന്യോ. മനുഷ്യൻ യജ്ഞം ചെയ്യുന്ന സമയത്ത് അന്നം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള മഴ പെയ്യും. ധാരാളം അന്നം ഉൽപ്പാദിപ്പിക്കപ്പെടും. അന്നം നശിപ്പിക്കുന്ന തരത്തിലുള്ള മഴയല്ല ഉണ്ടാകുന്നത്, അന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള മഴയുണ്ടാകും, പർജന്യം ഉണ്ടാകും. ആ പർജന്യം ഉണ്ടാകുന്നത് യജ്ഞം കൊണ്ടാണ്. യജ്ഞാത് ഭവതി പർജന്യോ. മനുഷ്യൻ യജ്ഞം ചെയ്യുന്ന സമയത്ത് അന്നം വളരെ ഈസി ആയിട്ട് ഭൂമിയിൽ ഉണ്ടാകും. അതിനുവേണ്ടി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആവശ്യമില്ല. ആ യജ്ഞം എവിടുന്നാണ് നമ്മൾക്ക്, യജ്ഞം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് എവിടുന്നാണ് മനസ്സിലാവുന്നത്? യജ്ഞ കർമ്മ സമുദ്ഭവ. വിധിപ്രകാരമുള്ള കർമ്മമാണ് യജ്ഞം എന്ന് പറയുന്നത്. ആ യജ്ഞത്തിനെ കുറിച്ചുള്ള നിർദ്ദേശം എവിടുന്നാണ് മനസ്സിലാക്കുന്നത്? കർമ്മ ബ്രഹ്മോദ്ഭവം വിധി. ബ്രഹ്മം, അതായത് വേദങ്ങളിൽ ഏത് യജ്ഞം ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ വേദങ്ങൾ എവിടുന്നാണ് വന്നിട്ടുള്ളത്? ബ്രഹ്മ അക്ഷര സമുദ്ഭവം. ആ വേദങ്ങൾ വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ് വേദങ്ങൾ. അപ്പോൾ ആ വേദവിധി അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, യജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. തസ്മാൻ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഒരു ജീവന്റെ അവസ്ഥ തന്നെ എന്താണ്? ജീവന്റെ നിലനിൽപ്പ് തന്നെ എവിടെയാണ്? യജ്ഞത്തിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞത്തിന് വേണ്ടിയിട്ടാണ് ജീവജാലങ്ങളെ അല്ലെങ്കിൽ മനുഷ്യനെ, ജീവാത്മാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. യജ്ഞം ചെയ്തു പോന്നാൽ സുഖമായിട്ട് ഏതവസ്ഥയിലും ജീവിക്കാം. യജ്ഞം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ജീവനെ സുഖമായിട്ട് എവിടെയും ജീവിക്കാൻ സാധിക്കില്ല. എന്റെ സ്വന്തം ശക്തി കൊണ്ട് ഞാൻ ജീവിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ഭഗവാന്റെ സിസ്റ്റം അറിഞ്ഞു പ്രവർത്തിക്കാത്തവൻ വിഡ്ഢിയാണ് എന്ന് ഭഗവാൻ പറയുന്നു. 16ാമത്തെ ശ്ലോകം. ഏവം പ്രവർത്തിതം ചക്രം. ഇവിടെ ഒരു ചക്രം, ഒരു സിസ്റ്റം ഭഗവാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെ? ഭഗവാൻ വെറുതെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, മനുഷ്യൻ എങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും, മനുഷ്യൻ എങ്ങനെ ഉയരാൻ സാധിക്കും, അതിനൊക്കെ ഒരു മെത്തേഡ്, സിസ്റ്റം, ചക്രം ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് യജ്ഞം എന്ന് പറഞ്ഞിട്ടുള്ള ആ സിസ്റ്റം. ഈ സിസ്റ്റം അറിയാതെ ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്ത യദീഹയ അഘായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥസ ജീവതി.
ഈ സിസ്റ്റത്തിനെ കുറിച്ചൊന്നും അറിയാതെ പ്രവർത്തിക്കുന്ന ആള് വെറും ഒരു വിഡ്ഢിയാണ്. അവൻ വീണ്ടും മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ കഠിനാധ്വാനം ചെയ്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സ്വന്തം ശക്തി കൊണ്ട് ഞാൻ ജീവിതം നിലനിർത്തും, അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ വിചാരിച്ച് പരിശ്രമം മാത്രമാണ് അതിന്റെ ഫലം. ഒരിക്കലും സമാധാനത്തോടു കൂടി ജീവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അപ്പം ഭഗവാന്റെ ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞം അനുഷ്ഠിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് സന്തുഷ്ടിയോടുകൂടി ജീവിക്കാൻ സാധിക്കും എന്നാണ്, തൃപ്തനായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. യസ്ത്വാത്മരതിരേവ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ഇങ്ങനെ യജ്ഞത്തിലൂടെ സന്തുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പിന്നെ നിറവേറ്റാനായിട്ട് വലിയ വലിയ കടമകളൊന്നുമില്ല. ഭഗവാനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ആ വ്യക്തിയുടെ കടമ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ വ്യക്തിക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഭഗവാനെ ആശ്രയിച്ച് യജ്ഞം ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥ വിപാസയ. ആ വ്യക്തിക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താണ് നിർദ്ദേശിക്കുന്നത്? തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാന് വേണ്ടി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും മുക്തനായിട്ട് സമാധാനത്തോടുകൂടി തൃപ്തനായിട്ട് സന്തുഷ്ടനായിട്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് ഉദാഹരണവും ഭഗവാൻ പറയുന്നു 20ാമത്തെ ശ്ലോകത്തിൽ. ജനക മഹാരാജാവിനെയാണ് ഭഗവാൻ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ജനക മഹാരാജാവ് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി രാജ്യം ഭരിച്ചു. അദ്ദേഹം സന്യാസം എടുത്തു പോവുകയല്ല ചെയ്തത്. അദ്ദേഹം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഭഗവാന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു. അല്ലാതെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ആയിരുന്നില്ല അദ്ദേഹം രാജ്യം ഭരിച്ചത്. ഭഗവാന്റെ നിയമങ്ങൾ അനുസരിച്ച് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി രാജ്യം ഭരിച്ചു. ഇങ്ങനെ അതിനുള്ള ഉദാഹരണമാണ് ജനക മഹാരാജാവിന്റെ പേര് ഇവിടെ 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാഭി സമ്പശ്യൻ കർത്തുമർഹസി. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ, ഉന്നതരായിട്ടുള്ള ആളുകൾ എന്ത് വേണം? ലോകത്തിന് മാതൃകയായിട്ട് ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് അവർ കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ ജീവിക്കാം, ഇങ്ങനെ ഭഗവാൻ അനുസരിച്ചുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവർ മാതൃകയായിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഉയർന്ന വ്യക്തികൾ ചെയ്യുന്ന മാതൃകയാണ് മറ്റുള്ളവരും പിന്തുടരുന്നത്. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോജന. 21ാമത്തെ ശ്ലോകത്തിൽ പറയും. ഉയർന്ന വ്യക്തികൾ ചെയ്യുന്ന രാജാവ് ജനകൻ എന്ന് പറയുന്നത് രാജാവാണ്. അപ്പോൾ രാജാവ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങളും സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. രാജാവ് തന്നെ കള്ളത്തരമാണ് ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾ വലിയ കള്ളന്മാരായിട്ട് മാറും. ഭഗവാൻ പറഞ്ഞു, ഭഗവാന്റെ ഭക്തന്മാരൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് പെരുമാറണം. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തത. ജനങ്ങളൊക്കെ പറയുക എന്താണ്? ആ ഉയർന്ന വ്യക്തികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവര് പ്രമാണമാക്കിയിട്ടെടുക്കും. അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെ ഗവൺമെന്റ് തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ എനിക്ക് ചെയ്തൂടെ എന്ന് ആളുകൾ ചോദിക്കും. അല്ലെ ഗവൺമെന്റ് തന്നെ മദ്യം വിൽക്കുന്നുണ്ട്, പിന്നെ എനിക്ക് മദ്യം കുടിച്ചൂടെ എന്ന് ആളുകൾ ചോദിക്കും. അപ്പൊ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ജനങ്ങൾക്ക് മാതൃകാപരമായിട്ടാണ് പെരുമാറേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി ഭഗവാൻ സ്വന്തം ഉദാഹരണം പറയുന്നത്. ഭഗവാൻ സ്വന്തം ഉദാഹരണം എടുത്ത് പറയുന്നു, എനിക്ക് ഈ ലോകത്തിൽ വന്ന് യാതൊന്നും പ്രവർത്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എനിക്ക് യാതൊരു വ്യക്തികളോടും ഒരു കടമയുമില്ല. ഈ ഭൗതിക ലോകത്തിലെ ഒരു നിയമവും എന്നെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. ഈ 14 ലോകങ്ങളിലും എനിക്ക് ആരോടും ഒരു കടമയുമില്ല. നാനവർത്തവമപ്തവ്യം വർത്ത ഏവച കർമ്മണി. എനിക്ക് കർമ്മ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഭഗവാൻ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതിന് വേണ്ടി ഓരോ യുഗത്തിലും
വ്യത്യസ്ത അവതാരങ്ങൾ എടുത്ത് ജനങ്ങൾക്ക് മാതൃകയായിട്ട് അവതരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പറയും. ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരു മര്യാദാ പുരുഷോത്തമനായിട്ട് എങ്ങനെ രാജ്യം ഭരിക്കാം എന്ന് കാണിച്ചു തന്നു. പൃഥു മഹാരാജാവ് ആദ്യത്തെ രാജാവാണ്, എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് മാതൃകയായിട്ട് കാണിച്ചു തന്നു. ഇങ്ങനെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും മാതൃകാപരമായിട്ട് ജീവിക്കുകയും ചെയ്തു. ഭഗവാൻ സ്വന്തം ഉദാഹരണമെടുത്ത് പറഞ്ഞു തരികയാണ്. ഭഗവാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അജ്ഞതയിൽപ്പെട്ട് നശിച്ചു പോകുമായിരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. യതിഹ്യം നവർത്തേയം ജാതുകർമ്മണ്യതന്ത്രിത മമ വർത്താനുവർത്തന്തേ മനുഷ്യ പാർത്ത സർവശ. ഭഗവാൻ അങ്ങനെ മാതൃകാപരമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നശിച്ചു പോകുമായിരുന്നു എന്ന് പറയും. ശങ്കരസ്യ കർത്താസ്യാം ഉപപഹന്യാം ഇമാ പ്രജ. ഭഗവാനെ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ നേരിട്ട് വന്ന് ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തു. യുദ്ധഭൂമിയിൽ ഭഗവാന് അർജുനന്റെ പേര് തെളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അർജുനൻ സർവലോക മഹേശ്വരനാണ്. ഭഗവാൻ സർവലോക മഹേശ്വരനാണ്. അദ്ദേഹത്തിന് അവിടെ ആത്മീയ ലോകത്തിൽ ആനന്ദമയനായിട്ട് ആത്മാരാമനായിട്ട് ഇരുന്നാൽ മാത്രം മതി. പക്ഷേ ഭഗവാൻ ഇവിടെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി ഭഗവാൻ അർജുനന്റെ തേര് തെളിക്കാൻ വരെ തയ്യാറായി. രാജസൂയ യജ്ഞത്തിന്റെ സമയത്ത് ഭഗവാനായിരുന്നു എല്ലാവരുടെയും കാല് കഴുകി മറ്റുള്ളവരെ സ്വീകരിച്ചിരുന്നത്. യുധിഷ്ഠിര മഹാരാജാവിനോട് വളരെ ബഹുമാനപൂർവമാണ് ഭഗവാൻ പെരുമാറിയത്. എങ്ങനെ പെരുമാറണം, സാമാന്യ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും ഭഗവാൻ മാതൃകാപരമായിട്ട് വ്യത്യസ്ത അവതാരങ്ങളിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് ഭഗവാൻ സ്വയം ഉദാഹരണം പറയുന്നതാണ്. പക്ഷെ ഭക്തന്മാർ വളരെ ശ്രദ്ധിച്ചു വേണം സമൂഹത്തിൽ പെരുമാറാൻ എന്നും ഭഗവാൻ പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ അനുകരിച്ച് ഉയർന്നു വരാൻ സാധിച്ചു എന്ന് വരില്ല. ഒരുപാട് ആളുകൾ അറിവില്ലാതെ അജ്ഞാനത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഈശ്വരനിൽ വിശ്വാസമൊന്നുമില്ല. ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിയാക്കും. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളോട് പെട്ടെന്ന് തന്നെ നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്, നിങ്ങൾ പാപമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവർ നിങ്ങളെ എതിർക്കാൻ തുടങ്ങും. അതുകൊണ്ട് അജ്ഞാനികളായിട്ടുള്ള ആളുകളോട് അവരെ കർമ്മത്തിൽ നിന്ന് എതിർക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത് 26ാമത്തെ ശ്ലോകത്തിൽ. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അജ്ഞാനികളെ പെട്ടെന്ന് തന്നെ കർമ്മങ്ങളിൽ പോയിട്ട് വിലക്കരുത്. നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഭഗവത്ഗീതയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കർമ്മസംഗിനാം, അവരവരുടെ കർമ്മം അനുസരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ സ്വഭാവം മാറ്റാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് വിദ്വാൻമാർ എന്ത് ചെയ്യണം, അറിവുള്ളവർ എന്ത് ചെയ്യണം, സാവധാനത്തിൽ ഭഗവാന്റെ സേവന കർമ്മങ്ങളിലേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ മാതൃകാപരമായിട്ട് പെരുമാറുകയാണ് വേണ്ടത്. അവരോട് ഒരിക്കലും ദേഷിക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഭക്തന്മാർ മറ്റുള്ളവരോട് വളരെ ക്ഷമാപൂർവം കാരുണ്യപൂർവം അവരോട് പെരുമാറണമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, എല്ലാവരും പ്രവർത്തിക്കുന്നത് പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ സ്വഭാവ ഗുണങ്ങൾ മാറ്റാൻ സാധിക്കുകയില്ല. പ്രകൃതിയെ ക്രിയമാണാനി, അതാണ് 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പ്രകൃതിയെ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ. എല്ലാവരും ഗുണങ്ങളാൽ നിർബന്ധപൂർവം വ്യത്യസ്ത കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ്. അവർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതല്ല. ഏത് ഗുണവുമായിട്ടാണോ അവർക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. തമോ ഗുണത്തിൽ ബന്ധപ്പെട്ടവർ തമോ ഗുണത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. രജോ ഗുണവുമായിട്ട് ബന്ധപ്പെട്ടവർ അതിനനുസരിച്ചുള്ള രജോ ഗുണത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. സാത്വിക ഗുണത്തിലുള്ളവർ സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ കർമ്മങ്ങളെ മാറ്റിമറിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് അവര്
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയി ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം മാറും എന്ന് നമ്മൾ അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യത. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും മാറും, അല്ലെങ്കിൽ എനിക്ക് തന്നെ പെട്ടെന്ന് മാറാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ഗുണങ്ങളൊക്കെ മാറി മാറി വരണം സത്സംഗങ്ങളിലൂടെ, അല്ലെങ്കിൽ മറ്റൊരു ഗുണമുള്ള വ്യക്തിയുമായിട്ട് ഇടപഴകുന്നതിലൂടെ ആ ഗുണങ്ങൾ സ്വാഭാവികമായിട്ട് ക്രമേണ മാറി മാറി വരണം. അതിനുള്ള അവസരം, അതിനുള്ള സമയമൊക്കെ നമ്മൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കർമ്മഫലാസക്തി ഇല്ലാതെ, ഇതിലൊന്നും പെട്ടുപോകാതെ മുക്തനായിട്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എല്ലാം ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത്. വ്യക്തികൾ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മുക്തനായിട്ട് ഇവിടെ ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ഒരു നിർദ്ദേശങ്ങൾ, കർമ്മത്തിനെ കുറിച്ചുള്ള ഈ ഒരു നിർദ്ദേശങ്ങൾ, എന്താണ് കർമ്മത്തിനെ കുറിച്ചുള്ള നിർദ്ദേശം? യജ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ നിർദ്ദേശം അല്ലെ. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. ഭഗവാനെ തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക, അത് മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ട് ചെയ്യുക. അജ്ഞാനത്തിൽ ഇരിക്കുന്ന ജനങ്ങളോട് പെട്ടെന്ന് തന്നെ അവരെ പോയി കർമ്മങ്ങളിൽ നിന്ന് വിലക്കരുത്. അവർ ചിലപ്പോൾ തെറ്റായിട്ടുള്ള കർമ്മമായിരിക്കാൻ ചെയ്യുന്നത്, എന്നാൽ പോലും അവരെ വിലക്കാതെ നമ്മൾ മാതൃകയായിട്ട് പെരുമാറുക. അങ്ങനെ പ്രവർത്തിച്ചു പോന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭഗവാന്റെ ഈ നിർദ്ദേശങ്ങൾ, കർമ്മത്തിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യേമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവ. ഭഗവാൻ പറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഗുരു പറയുന്നതനുസരിച്ച് ഭഗവത് സേവനങ്ങൾ, ഭഗവാൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളൊക്കെ ദിവസവും നിത്യം, യേമേ മതമിതം നിത്യം, ഒരു ദിവസമല്ല, ഒരു ദിവസം കൊണ്ട് എല്ലാം മാറി മറിയും എന്ന് ഭഗവാൻ പറയുന്നില്ല. നിത്യം സ്ഥിരമായിട്ട് ദൃഢനിശ്ചയത്തോടുകൂടി അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അനുതിഷ്ഠന്തി മാനവ. മനുഷ്യന്മാർക്ക് മാത്രമേ ഭഗവാന്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മാനവ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു മനുഷ്യനാണോ ഭഗവാന്റെ ഈ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെ നിരന്തരം പരിശ്രമിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, എന്ത് സംഭവിക്കും? ശ്രദ്ധാവന്തോ, ആ വ്യക്തിക്ക് ഭഗവാനിൽ വിശ്വാസം ഉറയ്ക്കുമെന്നാണ് പറയുന്നത്. ശ്രദ്ധാവന്തോ, ഭഗവാൻ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാറ്റമുണ്ടാകുന്നുണ്ട്, ഭഗവാന്റെ സംരക്ഷണം എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് സമാധാനം ഉണ്ടാകുന്നുണ്ട്, ഭഗവാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും. അപ്പോൾ ഭഗവാന്റെ സംരക്ഷണത്തിൽ വിശ്വാസമുണ്ടാകുമെന്നാണ് പറയുന്നത്. ശ്രദ്ധാവന്തോ അനസൂയന്തോ, ഭഗവാനോടുള്ള ആ അകൽച്ച മാറും, ഭഗവാൻ നമ്മുടെ സുഹൃത്താണ് എന്ന് ബോധ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? മുച്യന്തേ ദേവി കർമ്മഭി, ആ വ്യക്തിക്ക് മുക്തി മാർഗത്തിലേക്ക് എത്താൻ സാധിക്കും, കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരവസ്ഥയിലും സ്വധർമ്മം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. സ്വധർമ്മം അനുസരിച്ച് ഭഗവാന് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ധർമ്മം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന അർജുനന് ഒരു സംശയമുണ്ടായി. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഭഗവാന്റെ സേവനം ചെയ്യണം, അല്ലെങ്കിൽ യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര, യജ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം, ഇനി മുതൽ ഞാൻ ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യാം, ഞാൻ മോശപ്പെട്ട കർമ്മങ്ങളൊന്നും ചെയ്യില്ല, ഇനി ഞാൻ പാപമൊന്നും ചെയ്യില്ല എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. അവർ വീണ്ടും വീണ്ടും തെറ്റായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് വീണു പോകുന്നു, വീണ്ടും വീണ്ടും പാപകർമ്മങ്ങളിലേക്ക് അവർ വീണു പോകുന്നു. അതിന്റെ കാരണം എന്താണ് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഒരാൾക്ക് അറിയാം ഞാൻ ഭഗവാന്റെ സേവനമാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ
ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, നല്ല കർമ്മങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതൊക്കെ അറിയാം. അറിഞ്ഞിട്ടും ഒരു വ്യക്തി വീണുപോകുന്നു, തെറ്റായിട്ടുള്ള കർമ്മങ്ങളിൽ വീണ്ടും മുഴുകി പോകുന്നു. അതിന്റെ കാരണം എന്താണ് എന്നാണ് അർജുനൻ ചോദിക്കുന്നത് 36-ാമത്തെ ശ്ലോകത്തിൽ. അധകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാത് ഇവ നിയോജിത. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? പാപകർമ്മങ്ങളിലേക്ക് വീണു പോകുന്നുണ്ട്. അവർക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ഇതല്ല ചെയ്യേണ്ടത്, ഞാൻ ഭഗവാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിട്ട് കൂടി ഒരു വ്യക്തിക്ക് പാപകർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പോൾ ആ പാപത്തിന്റെ അടിസ്ഥാന കാരണം എന്തുകൊണ്ടാണ് ഒരു വ്യക്തി നിർബന്ധപൂർവം പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നത്? അതിനെ ആരാണ് നിർബന്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ വ്യക്തി നിർബന്ധപൂർവം പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്? അതിന്റെ പ്രധാന കാരണം, അതിന്റെ റൂട്ട് കോസ്, അതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു 37-ാമത്തെ ശ്ലോകത്തിൽ. ശ്രീ ഭഗവാൻ വാച കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനം ഇഹ വൈരിണം. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ട് എന്തെല്ലാം ഉപദേശങ്ങൾ കേട്ടു കഴിഞ്ഞാലും വീണ്ടും ആ വ്യക്തിയുടെ ജ്ഞാനം നഷ്ടപ്പെട്ട് വീണ്ടും തെറ്റായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് വീണു പോകുന്നതിന് കാരണം എന്താണ്? കാമമാണ് കാരണം. ഇന്ദ്രിയ ഭോഗങ്ങൾക്കുള്ള ആഗ്രഹമാണ് ഒരു വ്യക്തിയെ തെറ്റായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അത്രത്തോളം പാപകർമ്മങ്ങളിലേക്ക് വീണു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ നിർദ്ദേശം എന്താണ്? അതുകൊണ്ട് എന്ത് വേണം? ഈ ഇന്ദ്രിയ ഭോഗാസക്തിയെ കുറയ്ക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് സത്കർമ്മങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഭഗവാന്റെ സേവന കർമ്മങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇന്ദ്രിയ ഭോഗങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ യാതൊരു തരത്തിലും നിയന്ത്രിക്കാതെ ഇന്ദ്രിയങ്ങളെ സ്വതന്ത്രമായിട്ട് തുറന്നു വിട്ടുകൊണ്ട് നമ്മൾക്കൊരിക്കലും സത്കർമ്മങ്ങളിലേക്ക്, ഭഗവത് സേവന കർമ്മങ്ങളിലേക്ക് വരാൻ സാധിക്കില്ല. വന്നാൽ തന്നെ അവിടെ ദൃഢമായിട്ട് ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾക്ക് സേവനം ചെയ്യാൻ ഉള്ള ദൃഢനിശ്ചയം നമ്മൾക്കുണ്ടാവില്ല. അതുകൊണ്ട് ഭഗവാൻ നിർദ്ദേശിക്കുന്നു, തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹീനം ജ്ഞാനവിജ്ഞാന നാശനം. 41-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആദ്യം തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ, ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ഇന്ദ്രിയങ്ങളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് യജ്ഞകർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്തോറും നമ്മുടെ ബുദ്ധി നശിച്ചു പോകും എന്നാണ് പറയുന്നത്. ആത്മീയമായിട്ടുള്ള ബുദ്ധി നശിച്ചു പോകും. ആത്മീയ സേവനത്തിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും താഴ്ന്ന തരം കർമ്മങ്ങളിലേക്ക് ആ വ്യക്തി വീണുപോകും എന്നാണ് പറയുന്നത്. അപ്പോൾ കാമമാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് കാമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കാമത്തിന്റെ ഇരിപ്പിടങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. പാപ്മാനം പ്രജഹിഹീനം ജ്ഞാനവിജ്ഞാന നാശനം. അങ്ങനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജ്ഞാനവും വിജ്ഞാനവും നശിച്ചുപോകും. ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മയും ഭഗവാൻ എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടത് എന്നുള്ള ആ വിജ്ഞാനവും നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. എത്ര ഉപദേശം കേട്ടിട്ടും കാര്യമില്ല, ആ വ്യക്തി വീണ്ടും തെറ്റായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലെങ്കിൽ എന്നാണ് പറയുന്നത്. ഇനി ആ ഇന്ദ്രിയ നിയന്ത്രണം എങ്ങനെ കൈവരിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുള്ള മാർഗമാണ് ഭഗവാൻ പറയുന്നത് 43-ാമത്തെ ശ്ലോകത്തിൽ, അവസാനത്തെ ശ്ലോകത്തിൽ, ഈ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ എങ്ങനെ ഈ കാമത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും, എങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണം കൈവരിക്കാൻ സാധിക്കും, അതിനുള്ള മാർഗമാണ് പറയുന്നത്.
ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കാത്തതാണ് കാമം. പക്ഷെ നമ്മൾക്ക് അതിന്റെ പുറത്തു കിടക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാന ആത്മന. നമ്മള് ഈ ഇന്ദ്രിയങ്ങളെക്കാൾ ഉപരിയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല എന്റെ ധർമ്മം. ഞാൻ ഒരിക്കലും ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ട ആളല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും ഉന്നതമായിട്ടുള്ളതിനെ കുറിച്ച് അറിയാൻ ആ ഭഗവാനെ കുറിച്ച് നാമത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള വഴികളാണ് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നത്. എങ്ങനെ ഭഗവാനെ കുറിച്ച് അറിയാം, ഭഗവാനെ കുറിച്ച് ആരാണ് പറഞ്ഞു തരുന്നത്, ആ ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ തന്നെ നമ്മൾ ഈ കാമത്തിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് അടുത്ത അധ്യായം ഭഗവാനെ കുറിച്ച് അറിയുന്ന അതീന്ദ്രിയ ജ്ഞാനമാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, ആർക്കും സംശയം ഒന്നും ഇല്ലെങ്കിൽ ശ്ലോകം വായിക്കാം. 3-ാമത്തെ അധ്യായത്തിലെ ശ്ലോകം വായിക്കാം.